കാശ്മീരിലെ സാഫ്രോൺ ഡ്രൈ ഫ്രൂട്ട്സ് ഏരിയയാണത്. നമ്മൾ സാഫ്രോണും ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ വിലക്കുറവിൽ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അത്ര വിലക്കുറവൊന്നും നമുക്ക് തോന്നിയില്ല. ഈ ഏരിയ ഫുള്ള് സാഫ്രോൺസും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ്. ഷോപ്പിൻ്റെ ഉള്ളിൽ ഇത് ക്രീമാണ്. ഇത് സാഫ്രോൺ കൊണ്ട് ഉണ്ടാക്കുന്ന. ഇവരെല്ലാം വെളുത്തിരിക്കുന്ന ഇതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഓയിലാണ് ഈ കാണിക്കുന്നത് മുഖത്ത് തേക്കാൻ. ഇത് സാഫ്രോണിന് നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാഫ്രോൺസ് ആണ്. ഇത് 1 ഗ്രാം, അതിന് 300 അവരിപ്പോൾ പറയുന്നത്. ഇത് 2 ഗ്രാം. ഇനി അവർ വെള്ളത്തിലിട്ട് കാണിക്കണം നമുക്ക് ഇത് റിയൽ ആണോ അല്ലേ എന്നുള്ളത്. നല്ല സ്മെല്ലാണ്. ഇത് ഈ ക്ലാസ്സിൽ ഒഴിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല അത് പതുക്കെ കളർ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞു. ശരിയാണിത് പെട്ടെന്ന് ഡയലൂട്ട് ആയില്ല. പതുക്കെ അതിൽ മഞ്ഞ കളർ വന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് റിയൽ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം ഇവരുടെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ബദാമും വാൾനട്ടും സൂപ്പറാണ്. സാഫ്രോണൊക്കെ വാങ്ങി ഞങ്ങളൊരു കാശ്മീരി കഹ്വ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തിരിച്ച് റൂമിൽ പോണ വഴി ഞങ്ങളുടെ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് ഈ സാഫ്രോൺ കൃഷി ചെയ്യുന്ന ഏരിയ ഒന്ന് കാണിച്ചു തരുമെന്ന്. അങ്ങനെ ഞങ്ങൾ അയാളെ കൂടെ വന്നതാണ്. ഞങ്ങൾ ഈ ഏരിയ ഫുള്ള് പരിധി നോക്കി. ഞങ്ങൾക്ക് ഒരു ഫ്ലവർ പോലും സാഫ്രോണിൻ്റെ കിട്ടിയില്ല. ഇത്രയും ഏരിയയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇത്ര സാഫ്രോൺ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇത്ര കോസ്റ്റ്ലി എന്നും അയാൾ പറഞ്ഞു. എങ്കിലും ഞങ്ങൾ കുറേ തപ്പി നോക്കി കേട്ടോ, കിട്ടിയില്ല. അതിനൊരു ഭയങ്കര സങ്കടമായി. കാരണം ഇത്രയൊന്നും നോക്കിയിട്ട് ഒരു ഫ്ലവർ പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. ഇപ്പം അതിൻ്റെ സീസൺ അല്ല, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തതെന്നുള്ള ഡ്രൈവറും പറഞ്ഞു. കുറേ നടന്നപ്പോൾ അങ്ങനെ കുറേ നോക്കിയപ്പോൾ തന്നെ ഒരു ഫ്ലവർ കിട്ടി. പക്ഷെ അത് റെഡ് കളറായിരുന്നു. അവൻ ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ അത് ബ്ലൂ കളറായിരുന്നു. ആർക്കെങ്കിലും ഇതിൻ്റെ ഫ്ലവറിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന കമൻറ്റ് ചെയ്യണേ.